ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പരവൂരാണ് ഞാൻ താമസം. അപ്പം വീട്ടിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ബെഡൊക്കെ അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണോ എന്ന് വിചാരിക്കും. അല്ല, ജസ്റ്റ് ഞാൻ കിടന്നതിൻ്റെ ആ ഒരു ഇതാണ്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കിടക്കണം, റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് കിടക്കും, ഇടയ്ക്ക് എണീച്ചിരിക്കും. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ എൻ്റേതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഇനിയുണ്ട് കേട്ടോ. ഞാനൊരു പ്ലാനർ കൊണ്ടുവന്നു, നിങ്ങളെ കാണിക്കാത്തതാണ്. ഞാൻ അതിനകത്തൊന്നും തന്നെ എഴുതിയിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് വന്നത്. പ്ലാനർ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് എൻ്റെ ഈ ഒരു മന്ത് മാത്രമല്ല, ഏകദേശം ഒരു 2-3 മന്ത്സോളം എനിക്കിവിടെ സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു വട്ടാണ് കേട്ടോ. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് കുറച്ച് ബ്ലീഡിങ് വന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് എഴുതിയതാണ്. അല്ലാണ്ട് കൈ മുറിച്ചൊന്നും എനിക്ക് എഴുതാനുള്ള ധൈര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് കുറച്ച് ബ്ലഡ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തു വെച്ച വേലയാണ്. കണ്ണൻ അതിരാന്നൊക്കെ എഴുതി വെച്ചു. ഇതൊക്കെ പഴയ പിള്ളേർ കാണിക്കുന്ന വേലത്തരങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നാം. പിന്നെ ദേ ഈ സാധനം, ഇത് വന്നിട്ടൊരു ഒരു ലീഫിൻ്റെ അസ്ഥികൂടമാണ് ഫ്രണ്ട്സ്, അസ്ഥികൂടമാണിത്. ഇത് ഒരു സാധനം ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കേട്ടോ. ഞങ്ങളെ വീട്ടിലെ ഏതോ ഒരു ലീഫിൻ്റെ അസ്ഥികൂടമാണ്. ഇനിയും കാണണം, 1-2 അസ്ഥികൂടങ്ങളൊക്കെ കാണണം. പിന്നെ ഇത് ഡയറിക്കകത്തിരുന്നതാണ്. ദിസ് ഈസ് മൈ ഗ്രാൻഡ്മ. എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. പുള്ളിക്കാരത്തി ഞാനും ഒരേ മുഖച്ഛായയാണ്. ഞങ്ങളുടെ നീലക്കണ്ണുള്ള ഞങ്ങളുടെ ഐശ്വര്യ റോയി. പിന്നെ ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനം വന്നിട്ട് ശ്രീമദ് ഭഗവത്ഗീതയാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് വായിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു ഇത് വായിക്കും. നമ്മൾ ഈ ബൈബിൾ കോട്ട്സ് വായിക്കുന്ന കണക്ക് ഒരു പോസിറ്റീവ് എനർജിക്ക്. നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ബുക്ക് കൊണ്ടുവന്നു. ദിസ് വൺ ഈസ് ദീപാ നിശാന്ത്, പുള്ളിക്കാരത്തിയുടെ നനഞ്ഞു തീർത്ത മഴകൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേര് പുള്ളിക്കാരത്തിയുടെ ഇത് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ആരോഗ്യമൊന്നും തോന്നരുത്. അവരുടെ വേ ഓഫ് റൈറ്റിംഗ് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ ബുക്ക് വാങ്ങി. നല്ല രസമുണ്ട് കേട്ടോ വായിക്കാനായിട്ട്. വായിച്ചാലത് ഒരു നമുക്ക് അനുഭവിച്ചറിയുന്നൊരു ഫീലിംഗാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് കൊണ്ടുവന്ന സാധനമാണ്, ആദ്യമേ എടുത്തു വെച്ച സാധനമാണിത്. പ്രണയ ചെമ്പരത്തി, പൂത്ത് പൂത്ത് ചുവന്ന ഉന്മാദകാല കവിതകൾ. ഇത് എഴുതിയ ആൾ മിസ്റ്റർ സതീഷ് ജി നായർ ഫ്രം വെഞ്ഞാറമൂട്. ഈ ബുക്ക് ഞാനുമായിട്ടൊരു ആത്മബന്ധം ഉള്ളതുകൊണ്ട് ഈ ബുക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല. ഇതിലുള്ള എല്ലാ പോയംസും ഞാൻ വായിച്ച് തീർത്തതാണ്. എന്നാൽ പോലും ഞാനിത് എൻ്റെ കൈവശം വേണം എന്ന് തോന്നി. ഈ ഒരു അവസരത്തിൽ എനിക്കിത് കീപ്പ് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ കൊണ്ടുവന്നതാണ്. ഞാൻ ഇത് മാക്സിമം ഇതിൻ്റെ ഒരു ഈ ബുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും മനസ്സുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുക്കാണ് കേട്ടോ. ഒരിക്കലും പറ്റില്ല എന്നറിയാവുന്നുള്ളൊരു ബുക്കാണ്. ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ എൻ്റെ ക്ഷീണം, എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കാത്തത്, ഇന്നെൻ്റെ ഫേസ് കാണിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.